ചരിത്രപ്രസിദ്ധമായ വെച്ചൂർ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ പിറവി തിരുനാളും 8 നോമ്പ് ആചരണവും സെപ്റ്റംബർ 1 മുതൽ 15 വരെ ആഘോഷിക്കും. സെപ്റ്റംബർ 1-ന് 8 നോമ്പ് ആചരണം ആരംഭിക്കും. അന്നേ ദിവസം വൈകുന്നേരം 4:30-ന് ആഘോഷമായ സമൂഹബലിയും തിരുനാൾ കൊടിയേറ്റും നടക്കുമെന്ന് പള്ളി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഫരീദാബാദ് ഡൽഹി അതിരൂപത മെത്രോപൊലിത്ത മാർ കുര്യാക്കോസ് ഭരണകുളങ്ങര കൊടിയേറ്റിന് മുഖ്യ കാർമ്മികത്വം വഹിക്കും. സെപ്റ്റംബർ 4-ന് ആരാധനാ ദിനമായി ആചരിക്കും. 8-നാണ് പ്രധാന തിരുനാൾ. 15-ന് 8-ാമിടം തിരുനാൾ ആഘോഷങ്ങളോടെ തിരുനാൾ സമാപിക്കും. തിരുനാളിനോടനുബന്ധിച്ചുള്ള ചടങ്ങുകളിൽ പങ്കെടുത്ത് അനുഗ്രഹം പ്രാപിക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി വികാരി ഫാദർ പോൾ ആത്തപ്പിള്ളി, സഹവികാരി ഫാദർ ആന്റണി കളത്തിൽ, കൈക്കാരൻ വക്കച്ചൻ മണ്ണത്താലിൽ, എബ്രഹാം റോജി ഭവൻ, വൈസ് ചെയർമാൻ സേവ്യർ മീനപ്പള്ളി, പാരിഷ് കൗൺസിൽ സെക്രട്ടറി റോബിൻ മണ്ണത്താലിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തെക്കു നിന്നും വടക്കു നിന്നും ഒക്കെ ഒത്തിരി ആളുകൾ വന്ന് ഈ തിരുനാളിൽ പങ്കെടുക്കാറുണ്ട്. 1822 ദർശന സമൂഹം സ്ഥാപിതമായതോടുകൂടിയാണ് പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ ദർശന തിരുനാൾ ഇടവകയിൽ ആരംഭിച്ചത് തന്നെ. ഈ ദർശന തിരുനാളിൽ അകലെ നിന്നുള്ള ആളുകൾ 1-ാം തീയതി 8 നോമ്പ് ആരംഭത്തിൻ്റെ 1-ാം തീയതി ദേവാലയത്തിൽ വന്ന് താമസിച്ച് ഭക്ഷണം കഴിച്ച് ഇവിടെ തന്നെ കിടന്നുറങ്ങി 8-ാം തീയതി 8 നോമ്പ് അവസാനിക്കുന്നതോടുകൂടിയാണ് ഇവിടുന്ന് പോയിരുന്നത്. ഇപ്പോൾ യാത്രാ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അവർ തിരുനാളിന് വന്ന് അത് പങ്കെടുത്ത് പോവുകയാണ് ചെയ്യുക. നമുക്കറിയാം ഈ ഇടവക തിരുനാളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടിമ നേർച്ചയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും അമ്മയുടെ ആത്മീയ സംരക്ഷണം പ്രാർത്ഥിക്കാനുമാണ് അടിമ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു നേർച്ച ഉള്ളത്. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.